ഹായ് ഫ്രണ്ട്സ്, മാംഗല്യം കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സേതുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. സച്ചിയും അർച്ചനയും അവിടെ നിൽക്കുന്നു. അവന്തികയും ആ സമയത്ത് അവിടേക്ക് വരുമ്പോൾ സേതുമാധവൻ അവന്തികയോട് പറയുന്നുണ്ട്, നന്ദന്റെ കാര്യത്തിൽ എന്ന പോലെ ഇനി കമ്പനി കാര്യത്തിലും മോളുടെ ഒരു ശ്രദ്ധ വേണം. ഇത് സച്ചിയുടെയും അർച്ചനയുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അച്ഛൻ പറയുന്നത്. തുടർന്ന് അവന്തിക അവിടെ വെച്ച് തന്നെ അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അർച്ചനയോട് പറയുന്നുണ്ട്, അച്ഛൻ ജാമ്യം കിട്ടി നെല്ലിശ്ശേരിയിൽ ഒന്ന് തിരിച്ചെത്തിക്കോട്ടെ, ആദ്യം അവിടെ നിന്ന് പടിയിറങ്ങുന്നത് നീ തന്നെയായിരിക്കും. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് സേതുമാധവൻ വീട്ടിലെത്തിയിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സേതുമാധവൻ പറയുന്നുണ്ട്, നാളെ തന്നെ ജോത്സ്യനോട് വരാൻ പറയണം. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ശേഷം ജോത്സ്യൻ അവിടേക്ക് വന്നിരിക്കുന്നു. വീണ്ടും കബഡി നിർത്തി ചില കള്ളങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു, ഇയാൾ കള്ളങ്ങളാണ് പറയുന്നത്, നമ്മുടെ കുഞ്ഞിന് ഒരു ദോഷമില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് അർച്ചന പൊട്ടിക്കരയുന്നു. അർച്ചനയ്ക്ക് ചെറിയ വേദനയും വരുന്നുണ്ട്. എന്നാൽ അവന്തിക വീണ്ടും ജോത്സ്യനെ വിളിച്ചു വരുത്തിയതും അയാളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതും അർച്ചനയെ ഇറക്കി വിടാൻ വേണ്ടി തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ ആ കള്ളം ഒന്നുകൂടി സത്യമാക്കുവാൻ വേണ്ടി തന്നെയാണ് അവന്തിക ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ജോത്സ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ സച്ചി ജോത്സ്യന്റെ കരണത്തടിച്ചു. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അവന്തികയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടി നിൽക്കുന്നത്. പിന്നെ ജോത്സ്യനെ കൊണ്ട് സച്ചി സത്യം പറയിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവന്തികയുടെ പേര് പറയുമോ എന്ന ടെൻഷനിലാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.